جمالا جوهرنا هنا في القلب تلالا لا نرضي الناس بما لا نرضاه لنا حالا ذاك جمالنا يسمو ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഈദിൻ്റെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. പെരുന്നാളായിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് പോയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി, എന്നാലും സാരമില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ നമസ്കരിക്കാൻ പോകുന്നു, പിന്നെ ഒരു വൈകുന്നേരം വരെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നമസ്കരിക്കാൻ പോകുന്നത് ഇവിടെ അൽനൂർ മസ്ജിദിലാണ് കേട്ടോ. ഇവിടെ ഷാർജയിലുള്ള തന്നെയാണ്. ഷാർജയിലെ ഇവിടെ ഫേമസ് പള്ളിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കറക്റ്റ് 6 മണിയായപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു പള്ളീൻ്റെ. കാരണം ആ ഒരു പള്ളി ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഒരു 6, 5, 10 ആയപ്പോൾ നമ്മളവിടെ മുസല്ലൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 6, 17 ആകുമ്പോഴായിരിക്കും നമസ്കാരം. അതുവരെ നമ്മളിങ്ങനെ ഇരിക്കുവാണ്, സെൽഫിയൊക്കെ എടുത്തിട്ട് ഇരിക്കുവാണ് ഞാനും ഉമ്മയൊക്കെ. നമ്മൾ നാട്ടിലായിരുന്ന ടൈമിൽ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാറ്. ഇതിപ്പോൾ എനിക്ക് വ്ലോഗ് എടുക്കണം, പിന്നെന്താ ഈ പള്ളിയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ നേരത്തെ ഇങ്ങനെ എടുത്ത് വെക്കുവാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു, ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെന്താ, ഞാൻ ഹിജാബ് സ്റ്റൈൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇടുന്നത്, മീൻസ് ഇട്ടിട്ട് പുറത്ത് പോകുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ എവിടെയെങ്കിലും പുറത്ത് സ്പീഡിൽ ചെയ്തിട്ട് പോകുമ്പോൾ അത്ര പെർഫെക്ഷൻ ആവില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നി. ഓക്കെ, അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ 3 പേരും കൂടെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ചതാണ്, പിന്നെയാണ് അവർക്ക് മനസ്സിലായത് വീഡിയോ ആണെന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ റൂമിലേക്ക് തിരിച്ച് പോവുകയാണ്. നടന്നാട്ടോ പോകുന്നത്. നമ്മൾ പള്ളിയിൽ പോയത് ടാക്സിക്കാണ്, കാരണം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പോയതാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി തന്നെയാണ്. പിന്നെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് സിഗ്നലൊക്കെ വന്നപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുമല്ലോ, അവിടെയും നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ 3 പേരും വൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റായിട്ട് പോകുന്നത്. അങ്ങനെ റൂമിലെത്തി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നാസ്തക്കുള്ള എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്കയും പിള്ളേരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോട് കുറച്ചിങ്ങനെ സംസാരിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും, എല്ലാവരും കൂടി കൂടിയിട്ട് അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഈദിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് സെറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് എൻ്റെ ബാബി എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചെന്നാണ്, ഇക്കയുടെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കോട്ട് സെറ്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടേബിളിൽ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ ചിക്കൻ പൊരിച്ച ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ. അപ്പോൾ ചിക്കൻ പൊരിച്ച ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, അരിപ്പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അതിന് കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പാലുണ്ടായിരുന്നു, തേങ്ങാപ്പാലാണ്. പെരുന്നാളിന് മിക്കപ്പോഴും നമ്മൾ അരിപ്പത്തിരി ആയിരിക്കും വെക്കുന്നത്. അരിപ്പത്തിരി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാലും ഉണ്ടാകും. നമുക്ക് അങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പെരുന്നാളിൻ്റെ ദിവസം എന്തൊക്കെയായിരുന്നു ഫുഡ്, എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, റീൽസ് ഇടാനും പിന്നെ ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും ഉപ്പയും ഉമ്മയൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഉപ്പയും ഉമ്മയും ഉറങ്ങി. ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ എടുക്കുവാണ് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. എന്നാലും എനിക്ക് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ പുറത്തൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ ആ ടൈമിൽ കുറേ പ്രാവും കുറേ കിളികളും അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ അതിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, കണ്ണിൽ ഇങ്ങനെ ഉറക്കം ഇരിക്കുവാണ്. ആ ടൈമിൽ നമ്മൾ പുറത്ത് പോയിട്ട് ആ വെയിലൊക്കെ അടിക്കുമ്പോൾ കണ്ണ് നേരെ തുറക്കാൻ പോലും പറ്റില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ഉറങ്ങാം, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് കഴിക്കാൻ നിന്നാൽ ചിലപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ രാത്രിയാകും. അതുകൊണ്ട് കഴിച്ചിട്ട് കിടന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയാണ്. രാവിലെ ബീഫ് റോസ്റ്റ് ആയിരുന്നു, ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു.
ഉച്ചക്ക് ബീഫ് ബിരിയാണിയാണ്. ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി, ഉപ്പ ഉണ്ടാക്കുന്ന ബിരിയാണി, ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ ഗൈസ്, ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പ ഉണ്ടാക്കുന്ന ആ ഒരു മീൻ ബിരിയാണിയുടെ റെസിപ്പി എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും, ഇനി ഷോർട്സിലോ അല്ലെങ്കിൽ വലിയൊരു വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ തട്ടിയും മുട്ടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ടിയും മുട്ടിയും. ഞാൻ ഉറങ്ങുന്ന ടൈമിലാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിൽ തട്ടിയും മുട്ടിയാണ് ഗൈസ് മെയിൻ. അങ്ങനെ അതൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉറക്കമാണ്. ഇനി ഞാൻ കുറേ കിടന്നുറങ്ങും. പിന്നെ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ ഒരു 7-8 മണിയൊക്കെ ആകും. പിന്നെ അങ്ങോട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ടാറ്റാ.